പിന്തുണച്ചാലും ആ പിന്തുണ ഞാൻ സ്വീകരിക്കും. ഞാൻ CPM-ൽ നിന്ന് പുറത്തുപോയതല്ലോ, ഞാൻ CPM-നെ വഞ്ചിച്ചതല്ലോ. CPM-നകത്ത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തയാളാണ് ഞാൻ. പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിനുള്ള അവസരമല്ല എന്നെനിക്കറിയാം. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങളെ കുറിച്ചെല്ലാം തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളിലൂടെ ഈ നാട്ടിലെ ജനങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നണി പിന്നീട് എനിക്ക് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആ പിന്തുണ പ്രഖ്യാപിച്ചപ്പോ ഞാൻ എന്തോ വലിയ അപരാധമാണ് ചെയ്തത് എന്ന നിലയിലുള്ള പ്രചരണമാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ആക്ഷേപമുയർത്തുന്ന CPM-കാരിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങള് ഒരിക്കലും കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? കോൺഗ്രസുമായി ഐക്യമുണ്ടാക്കിയിട്ടില്ലേ? കോൺഗ്രസുമായി വോട്ട് വാങ്ങിയിട്ടില്ലേ? കോൺഗ്രസിന്റെ ഇപ്പൊ 4 MP-മാർ CPM-ന് ലോകസഭയിലുണ്ട്. ആ 4 MP-മാരിൽ 3 MP-മാരും ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. തമിഴ്നാട്ടിൽ നിന്ന് 2 പേർ ജയിച്ചത് DMK മുന്നണിയുടെ ഭാഗമാണ്. ആ DMK മുന്നണിയിൽ CPM-ഉം CPI-യും ഉള്ളതുപോലെ തന്നെ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉണ്ട്. അവരൊന്നിച്ചാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ കൂടെ തന്നെയാണ് തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെയും ഇതേ മുന്നണിയാണ് ഈ മത്സരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം. ബംഗാളിൽ എത്ര കാലമായി കോൺഗ്രസും CPM-ഉം യോജിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ BJP-യുടെ ഭരണം ഇല്ലാതാക്കാൻ ഇന്ത്യ കൂട്ടായ്മ രൂപീകരിച്ചപ്പോ ആ ഇന്ത്യ കൂട്ടായ്മയിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ലേ പ്രവർത്തിക്കുന്നത്? ഇനി കേരളത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാത്തതാണോ, ബോധപൂർവം മറക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. ആന്റണി കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ടല്ലേ 1980-ൽ നായനാര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്? കരുണാകരൻ DIC രൂപീകരിച്ചപ്പോ സഖ്യമുണ്ടാക്കിയിട്ടല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒട്ടേറെ വിജയം കൈവരിക്കാൻ സാധിച്ചത്? ഞാനിതൊന്നും എണ്ണി പറയാൻ ഒരുങ്ങിയതല്ല. പക്ഷെ എന്റെ മേൽ ഈ നിലയിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർത്തുമ്പോ നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആര് പിന്തുണച്ചാലും ആ പിന്തുണ ഞാൻ സ്വീകരിക്കും. ഞാൻ CPM-ൽ നിന്ന് പുറത്തുപോയതല്ലോ, ഞാൻ CPM-നെ വഞ്ചിച്ചതല്ലോ. CPM-നകത്ത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തയാളാണ് ഞാൻ. അങ്ങനെ ചോദ്യം ചെയ്തപ്പോ എന്നെ നിങ്ങൾ പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ പുറത്താക്കിയ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോ ആരുടെ വോട്ട് വാങ്ങുന്നു എന്നത് നിങ്ങൾക്ക് എന്താ വിഷയം? നിങ്ങളിപ്പോ SDP-യുടെ വോട്ട് വാങ്ങാൻ തീരുമാനിച്ചത് മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടില്ലേ? അതുകൊണ്ട് വെറുതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മോശമാകരുത് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞാൻ നേരത്തെ ഉയർത്തിയ വിഷയങ്ങളിൽ ഇന്ന് രാവിലെ കൂടി ചില തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് പറയട്ടെ, ഒന്നിനും മറുപടിയില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നതില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പയ്യന്നൂർ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പര്യടനം നടത്തിയപ്പോ വളരെ ആവേശകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ പയ്യന്നൂരിൽ നാം ജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി നാളെ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ഒരു ദിവസം എടുത്തുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വോട്ട് ലഭ്യമാക്കാൻ സാധിക്കത്തക്ക രീതിയിൽ എന്റെ ചിഹ്നം വൈദ്യുതി തൂണാണ്. നിങ്ങൾ ചിഹ്നം കണ്ടാൽ അറിയാം, അത് തെരുവ് വിളക്കാണ്, സ്ട്രീറ്റ് ലൈറ്റ് ആണ്.
തെരുവ് വിളക്ക് എന്ന് പറയുന്നത് അന്ധകാരത്തെ ഇല്ലാതാക്കി, അന്ധകാരത്തെ അകറ്റി നാട്ടിൽ വെളിച്ചം പടർത്തുന്നതാണ് തെരുവ് വിളക്ക്. ഈ പയ്യന്നൂരിനെ അന്ധകാരത്തിലേക്ക് നയിക്കാൻ രാഷ്ട്രീയ മാഫിയ കൂട്ടുകെട്ട് ശക്തമാകുന്ന സന്ദർഭത്തിൽ അതിനെ അകറ്റി ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വേദിയാക്കി പയ്യന്നൂര് മാറ്റാൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എന്നീ നാടുവാഴിത്തത്തിനെതിരായി ഉൾപ്പെടെ അതിശക്തമായ പോരാട്ടം നടന്ന ഈ മണ്ണിൽ ഈ രാഷ്ട്രീയ മാഫിയ ബന്ധത്തിന് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൈദ്യുതി തൂൺ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ.